മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ ഒരു സ്വർഗീയ സമ്മാനം, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കാൻ, കുടുംബം സ്വർഗമാക്കാനുള്ള ഒരു എളിയ പരിശ്രമം. ഇതിന് നമ്മെ സഹായിക്കാനായിട്ട് ഏഞ്ചൽസ് ആർമിയുടെ തുടക്കം മുതലുള്ള ഒരു കുടുംബമാണ് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട രജിചേട്ടനും സോഫി ചേച്ചിയും. ഇവർ തിരുവനന്തപുരത്ത് വരുന്നു. 4 മക്കളാണ്, 2 പേരും ജോലിക്കാരാണ്. 2 പേരെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡേസി ആൻറ്റി ഉണ്ട്. ഡേസി ആൻറ്റി പ്രത്യേകിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻറ്റിയെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു ഹോസ്പിറ്റലാണ് രംഗം, ഒരു ഹൃദ്രോഗ ആശുപത്രിയാണ്. അവിടെ ഒരു 5-6 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെയുമായിട്ട് ഒത്തിരി നിരാശയിലൊക്കെ ആണ്ട് മാതാപിതാക്കൾ വരികയാണ്. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ്. ഹൃദ്രോഗ ഓപ്പറേഷനുകൾ ഒത്തിരി നടക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കൊച്ചിൻ്റെ ഓൾറെഡി വളരെ സീരിയസ് ആയ കണ്ടീഷനാണ്. ഓപ്പറേഷൻ നടത്തിയാൽ പോലും വിജയിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. 30-40% പോലും ഉറപ്പ് ഡോക്ടർമാർക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നാലും അവർ അവസാന പ്രതീക്ഷയിൽ നിന്ന് വന്നതാണ്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറെ തന്നെ കണ്ടു. ഒരു ഹൈന്ദവനായ ഡോക്ടറായിരുന്നു അദ്ദേഹം. ഡോക്ടർ ഓപ്പറേഷൻ നടത്താൻ സമ്മതിച്ചു, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ ഇന്ന് രാവിലെ ഡോക്ടർ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞ് വളരെ ഫ്രഷായിട്ട് ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി, ഒരു കത്തോലിക്ക കുട്ടിയാണ്. അവൾ ഡോക്ടറെ ചോദിച്ചു, മോളെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല, ഡോക്ടറെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഡോക്ടറെങ്കിൽ എനിക്കൊരു ഒരു കാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്കൊരു കാര്യം ഉറപ്പാട് ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഡോക്ടർ ചോദിച്ചു എന്താ ചെയ്തു തരണ്ടേ? അപ്പോൾ ഇവൾ പറയണം, ഡോക്ടറെങ്കിൽ അങ്കിളൻ്റെ ഹൃദയം തുറക്കത്തില്ലേ? തുറക്കും. ഹൃദയം തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് ഈശോ ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ അപ്പനും അമ്മ എപ്പോഴും പപ്പാമ്മ എപ്പോഴും പറഞ്ഞു തരും, അകത്ത് ഈശോ ഇരിപ്പുണ്ട്. ആ ഈശോയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു ഒന്ന് പറഞ്ഞു തരണം, എൻ്റെ ഒരു ഹായും കൊടുത്തേക്കണം. ഡോക്ടർ ഇങ്ങനെ മറുപടി എന്ത് പറയണമെന്നറിയാൻ തരിച്ചു നിൽക്കുകയാണ്. ഓപ്പറേഷൻ നടത്തി വിജയിക്കുന്നുള്ള ഉറപ്പില്ല. അങ്ങനെ ഇരിക്കുന്ന കൊച്ചിനോടാണ് ഒരു അക്രൈസ്തവനായ ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടർ അവസാനം ചിരിച്ചുകൊണ്ട്, ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നു. അവസാനം സമയം ചെയ്ത് വൈകുന്നേരം ഓപ്പറേഷൻ തുടങ്ങി. ഓപ്പറേഷൻ കുറച്ച് ഒരു പകുതി എത്തിയപ്പോഴേക്ക് പെട്ടെന്ന് കൊച്ചു ഡിപ്പായിപ്പോയി. എല്ലാ സിസ്റ്റവും, കൊച്ചിൻ്റെ സിസ്റ്റം എല്ലാം നിർജ്ജീവമായി പോയി. എല്ലാം അങ്ങ് മൊത്തത്തിൽ പ്രശ്നമായി. കൊച്ചു മരിക്കുമെന്ന് ഉറപ്പായി. ഒത്തിരി ഡോക്ടർമാർ ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർ ഇങ്ങനെ സൈഡിലേക്ക് മാറി നിന്നു. കൊച്ചു ഏകദേശം മരിച്ചു എന്ന് ഉറപ്പായി, നിശ്ചലമായി പോയി. ഡോക്ടർ ഭയങ്കര നിരാശപ്പെട്ടു. ഏകദേശം 50ഓളം ഓപ്പറേഷൻ എടുത്ത ഡോക്ടറാണ്. പക്ഷേ ഡോക്ടർ നിരാശപ്പെട്ട് സൈഡിലേക്ക് മാറി നിന്ന് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുക. 1 മിനിറ്റിന് ശേഷം കൂടെ നിന്ന് അസിസ്റ്റൻറ്റ് സർജൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇപ്പോൾ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ഞെട്ടിപ്പോയി. മരിച്ചു എന്ന് ഉറപ്പിച്ച് ഓപ്പറേഷൻ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ഡോക്ടർ തിരിച്ച് ഓടി വന്നപ്പോൾ ഡോക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. കൊച്ചു തിരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സംസാരിക്കാൻ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഈ ദിവസങ്ങളൊക്കെ ഭയങ്കര സർപ്രൈസ്ഡായി നിൽക്കുകയാണ്. അപ്പോൾ കൊച്ച് ചെന്നിട്ട് കൊച്ചിനെ കാണാൻ വന്ന് ഡോക്ടർ വന്നപ്പോൾ കൊച്ച് ആദ്യം ചോദിക്കുന്നത്, അങ്കിൾ എൻ്റെ ഹൃദയം തുറന്നപ്പോൾ അകത്തിരിക്കുന്ന ഈശോയെ കണ്ടോയെന്ന് ചോദിച്ചു. ഈശോയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. ഡോക്ടർ മറുപടിയായിട്ട് പറയുകയാണ്, മോളെ എനിക്കങ്ങനെ ഈശോയെ കാണാൻ പറ്റിയില്ല, അകത്തിരിക്കുന്ന ഈശോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, മോളി പറഞ്ഞ ഈശോ ഉണ്ടെന്ന് എനിക്ക് അന്ന് മുതൽ ഉറപ്പാണ്. ആ ഈശോ ഉള്ളത് കൊണ്ട് മാത്രമാണ് മോളിപ്പോൾ അങ്കിളിനോട് സംസാരിക്കാൻ പറ്റുന്നതും അങ്കിളിന് ഉറപ്പാണ്. ഒരു ഹൈന്ദവനായ ഡോക്ടറിൻ്റെ ഒരു സാക്ഷ്യമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ചെറിയ സംസാര വിഷയം ഇത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഭവം കിട്ടി വളരാൻ സാധിക്കുന്നുണ്ടോ? അവർക്ക് ഈശോയെ ബാല്യം മുതൽ കിട്ടുന്നുണ്ടോ? നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ഒരു ചെറിയൊരു വിളവെടുപ്പ് പോലെ, ഒരു പരീക്ഷ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഭവം കിട്ടി തന്നെയാണോ അവർ വളരുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ ചെറിയ സംസാര വിഷയവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 4 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കുറച്ച് സംസാരിക്കാൻ കാണും. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞങ്ങൾക്ക് ഈ മക്കൾക്ക് ഇങ്ങനെ ദൈവസ്നേഹം ഉണ്ടോ, മക്കൾക്ക് ദൈവത്തോടുള്ള ആ ഒരു ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പല സമയത്തും നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥന സമയത്താണെങ്കിൽ ഒരു ബഹളമാണ്, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ബഹളമാണ്. ഇപ്പം നമുക്കിങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു, ഇവർക്ക് ഇങ്ങനെ ഒരു ദൈവത്തോടൊരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മാതാപിതാക്കൾക്കുള്ള വിഷമം തന്നെയാണ്. അപ്പം ഞങ്ങൾക്കത് ഒരു കൺഫർമേഷനായിട്ട് നമുക്ക് കിട്ടിയതിന് ഒരു പ്രാവശ്യം എൻ്റെ മോള് വൈകിട്ടായിരുന്നു കരയുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചാൽ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോർത്ത് മറ്റ് പ്രദേശം ആരെങ്കിലും അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കും കരയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ അവളോട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് എൻ്റെ ഈശോയെ കാണണമെന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് കാണണം, എൻ്റെ ഈശോനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു 9 വയസ്സ്.
അപ്പോൾ എൻ്റെ ഈശോയെ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ കരയുവാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 7 മണി. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഈശോനെ കാണാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ സോഫി ട്രൈ ചെയ്ത് അവളെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് നമ്പറുകളൊക്കെ ഹൃദയത്തിൽ ഈശോയുണ്ട്, അതെ, കണ്ണടച്ച് പ്രാർത്ഥിച്ച ഈശോയുണ്ട് അല്ലേ? നമ്പറുകളൊക്കെ ഇടവക പള്ളിയിൽ എൻ്റെ ഈശോയെ കാണുമ്പോൾ അങ്ങ് സ്ട്രെസ് ചെയ്തങ്ങ് പറയാം. ഇടവപ്പള്ളി ഈശോയെ കാണുന്നത് പറയാൻ തുടങ്ങി. പള്ളി കുറച്ച് ദൂരെയാണ്, അപ്പം നമ്മൾ കൈവിട്ടുപോയി. നമ്മൾ യൂഷ്വൽ ഇതിനനുസരിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഈ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല അവൾക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പിന്നെ പ്രസിദ്ധ ധ്യാനഗുരു ദാനിയൽ പൂർണ്ണത്തിലച്ഛൻ്റെ അടുത്തൊരു ഇടവകയിൽ ദാനിയലച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളപ്പം മോളുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോയിരുന്ന് അവൾ പ്രാർത്ഥിച്ചു. അവൾ ഒരു പ്രത്യേക ഒരു ഭക്തി ഒരു മേഖലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആ കരച്ചിൽ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നല്ലതാണ്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അവൾ പിന്നെ ആ ഒരു ദൈവത്തിന്റെ ഭക്തിയിലാണ്. നിങ്ങളിപ്പോ കണ്ണടച്ച് അച്ഛൻ കൈ വെച്ചിട്ട് കൃത്യമായിട്ട് ഭാവിയും ഭൂതം എല്ലാം പറയുന്നു അച്ഛൻ പറയുന്നത് എല്ലാം നല്ലതിനാണെന്ന് പറയുന്നത്. നല്ലതിനാണ്. അപ്പോൾ അച്ഛൻ മറ്റൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ അതിന് ശേഷവും നമ്മളോട് പറഞ്ഞു, അവർക്ക് ഇങ്ങനെ ഇടവപ്പള്ളിയിൽ ഈശോയെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു 9-9:30 കാണും. ഞങ്ങൾ അവളെ കൊണ്ട് പള്ളി അടച്ചിരുന്നപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ മറ്റേ ഈ ഗേറ്റിന് അവിടെ നിന്ന് കണ്ടു. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ ശാന്തമായി, നമുക്ക് പിന്നെ ഒരു ഇതും ഉണ്ടായില്ല. അപ്പം ഞങ്ങളുടെ ഒരു ഉള്ളിലൊരു കണ്ണ് തുറപ്പിക്കലാണ്. നമ്മൾ വെളിയിലൂടെ നമ്മൾ കാണുന്ന നമ്മൾ പിന്നെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, അവർക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ദൈവസ്നേഹം ഉണ്ടെന്നുള്ള കാണിച്ചു തരുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ശരിയാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു കാര്യം ഓർമ്മ വരുവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മാതാപിതാക്കളുടെ മാതൃക അവർ കണ്ടാണ് കൂടുതൽ അവർ ഈശോയിലേക്ക് വരുന്നത്. നമ്മൾ എത്ര ഉപദേശിച്ചാലും എത്ര പറഞ്ഞു കൊടുത്താലും നമ്മുടെ മാതൃകയാണ് അവരെ കൂടുതലായിട്ട് അവരെ സ്പർശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അത് കവിഞ്ഞൊഴുകുമ്പോഴത്തേനും നാച്ചുറലി എൻ്റെ മക്കളെ അത് സ്പർശിക്കും. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് മാതാപിതാക്കൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇതാണ്. എൻ്റെ മോളെ ഇതുപോലെ ചെറുതായിരുന്നപ്പോഴത്തേനും കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുക, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് അവളുടെ രഹസ്യമാണ്, അവൾ ചൊല്ലുക. അപ്പോൾ അവൾ ഈ ഒരു ചെറിയ വോളിയം, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, മോളെ ഉറക്ക ചൊല്ലടി, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, അതേ വോളിയൂമിൽ പിന്നെ നിന്നോടല്ലേ പറഞ്ഞ ഉറക്ക ചൊല്ല. പിന്നെയും അവള് പറയുമ്പോഴത്തേനും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നിന്നോടല്ലേടി പറഞ്ഞത് ഉറക്ക ചൊല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് മമ്മിക്ക് എന്നാ പറ്റിയെന്നുള്ള രീതിയിലാണ് അവൾ നോക്കുന്നത്. എന്നിട്ട് പിന്നെ അവൾ ചൊല്ലുമ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈശോ ഇത് കണ്ടില്ലേ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആ കൊച്ചു അതേ ടോണിലാണല്ലോ പറയുന്നതെന്ന്. അപ്പോൾ ഈശോ എന്നോട് അന്നേരം പറഞ്ഞ ഒരു കാര്യം, അവള് പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിക്കുന്നു എന്ന് അഭിനയിക്കുക, ഞാൻ ഒച്ച ഉണ്ടാക്കുന്നുള്ളൂ. അവള് കൈകൂട്ടിട്ടാണ് പിടിച്ചത്, അവള് കണ്ണടച്ചിട്ടുണ്ട്, അവൾ ഉറക്കെയാണോ ചൊല്ലുന്നത്, ഇവിടെയാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഈശോ നീ അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയല്ല, പക്ഷെ അവള് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല നമ്മുടെ പിള്ളേരുടെ ആ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മൾ ബാഹ്യമായിട്ടുള്ള നമ്മൾ കാണുമ്പോഴത്തേനും അത്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ ഒട്ടും വറിഡ് ആകണ്ടെന്ന് എനിക്ക് ഓൺലി തിങ് നമ്മളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളൊരു. പക്ഷേ ആദ്യത്തെ ഭാഗത്ത് കാര്യമുണ്ടേ, നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതാണല്ലോ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നത്. എനിക്ക് ശരിക്കൊരു വിഷമം പിടിച്ചൊരു അനുഭവം ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ എൻട്രൻസ് എക്സാമാണ്, അവനുണ്ട് നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അവന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വീട് വരെ വരാമോ, സംസാരിക്കാമോ, ഒന്ന് കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാനായിട്ട് ചെന്ന് അപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അവനോട് മുറിയിരിക്കുകയാണ്. ഞാനപ്പോൾ അവനെ കുമ്പസാരിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം. ഞാൻ കുമ്പസാരമൊക്കെ കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ വിളിച്ചു, എടാ മോനെ എനിക്ക് ശരിക്കും ഈശോയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവൻ്റെ സംസാരം പെരുമാറ്റം കണ്ട് എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഫാദർ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്. അവൻ ഭയങ്കര ഹൈഫൈ പയ്യനാണ്, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്, വൈ ഡു കം ഫോർ കൺഫെഷൻ, എന്തിന് നീ കുമ്പസാരിക്കാൻ വന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാൻ ജസ്റ്റ് മൈ പേരൻസ് കമ്പൽഡ് മീ ടു ഗോ ഫോർ കൺഫെഷൻ ബിഫോർ എക്സാം. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു സാക്രമെൻ്റ് അവനോട് ചെയ്തു കൊടുത്താണ്. അപ്പോഴവൻ പറയുന്നത് ഇത് കമ്പൽഷൻ കൊണ്ട് വന്നാൽ, അങ്ങനെ ആകുമ്പോൾ സാക്രമെൻ്റ് ആവുന്നില്ലത്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ദൈവമേ ഞാനത് ചോദിച്ചിട്ട് വേണമായിരുന്നല്ലോ അവന് ചെയ്തു കൊടുക്കാനെന്നുള്ള കാര്യം. ഞാൻ എന്താ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ. അവൻ്റെ കട്ടിക്ക് ഇംഗ്ലീഷ് അടിക്കും, ഫാദർ യൂനോ എന്നൊക്കെ പറഞ്ഞ് അവൻ തുടങ്ങി. അവൻ പറഞ്ഞു, അച്ഛൻ ഞാനൊരു ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ +2 തീരാറായി. +2 സമയത്ത് തന്നെ അവൻ എൻട്രൻസ് പഠിച്ചു പോവുകയാണ്. ഞാനിവിടെ പഠിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് എത്ര മാർക്ക് ഉണ്ടെന്നറിയാമോ? എനിക്ക് 99% എടുത്ത് മാർക്കുണ്ടായിരുന്നു.
ഞാൻ സ്കൂളിലെ ടോപ്പറായിട്ടാണ് ഇവിടെ ഈ +2 അഡ്മിഷൻ എടുക്കുന്നത്. ഫാദർ, ദിസ് വാസ് മൈ ഹിസ്റ്ററി എവർ. ചെറിയ ക്ലാസ് മുതൽ ഞാൻ ടോപ്പറായിരുന്നു ക്ലാസ്സിൽ. എൻ്റെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയോട് ചോദിച്ചാൽ എന്തും തരുമെന്ന്. എന്തും തരും. ഞാൻ ഈശോയോട് ചോദിച്ചു, ഫസ്റ്റ് തരാൻ ചോദിച്ചു, ഈശോ എനിക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈശോയെ വിശ്വസിച്ചു. ഇപ്പോൾ ഫാദർ, മൈ കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോൾ എൻ്റെ ഞങ്ങൾ 75ഓളം പേര് എൻട്രൻസ് പഠിക്കുന്നുണ്ട്. 75 പഠിക്കുന്നതിൽ വാട്ട്സ് മൈ റാങ്ക്? 74. ഗുഡ് ഫോർ നത്തിങ്. സ്കൂളിൽ ഏറ്റവും മോശക്കാരനും ഏറ്റവും പൊട്ട കൊച്ചും കാക്കാശിന് ഉപയോഗമില്ലാത്തവരുമായിട്ട് എല്ലാവരും നോക്കുന്നത്. Therefore, there is no God exist. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവം തരുന്നില്ലെങ്കിൽ there is no God exist. ഇവർ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് 1+1 = 2 എന്ന് പറയുന്ന പോലെ പ്രൂവ് ചെയ്തതിനാണ്. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഇങ്ങനൊരു ഇതിപ്പോൾ തെറ്റാറിയാ? തെറ്റ് കൊച്ചിൻ്റെ ആണോ? അങ്ങനെയല്ല. തെറ്റ് കൊച്ചിനെ ഞാൻ വിചാരിക്കുന്നു മാതാപിതാക്കൾ ജഡ്ജ് ചെയ്യുന്നതല്ല. മാതാപിതാക്കൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തേ? അതിൻ്റെ പ്രശ്നമാണ് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാരല്ലെന്ന് അറിയാം. പക്ഷേ ഈ മക്കൾക്ക് ഈ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലും അവർ ദൈവാനുഭവം വളർത്തിക്കൊണ്ട് വരുന്നതിലും ശരിക്കും ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ് കിട്ടുന്നതിൽ നിങ്ങളടുത്ത പെയിൻ വല്ലതൊക്കെ ഉണ്ടോ അങ്ങനെ പറയാനായിട്ട്? ഈ ഒരു മേഖല ആലോചിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ഒട്ടും പെർഫെക്റ്റ് അല്ല. പല സമയത്തും നമ്മൾ ഫെയിലിയേഴ്സിലൂടെ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മാർപ്പാപ്പ അടുത്ത ദിവസം പറഞ്ഞൊരു വലിയൊരു വാചകമുണ്ട്. There is no perfect couples. There is no perfect families. Therefore, there is no perfect children. അതൊരു ഫാക്റ്റാണ്. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ കരുണ കൊണ്ട് നടന്നു പോകുന്ന അത്ഭുതമാണ് കുടുംബം എന്നാണ് പോപ്പ് പറഞ്ഞത്. ബാക്കി പറഞ്ഞോളൂ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് നോക്കുമ്പോഴേക്കും ഞായറാഴ്ചകളിൽ രാവിലെ മൂത്ത മോൻ ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്ക് ഇവൻ ഈ വീട്ടിലുള്ള സർവ്വത്ര അലാറങ്ങളും ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവൻ പള്ളിയിൽ പോകാനായിട്ട് എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ബഹളം വെക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, പള്ളി പോയി, അമ്മതേ മുടി ചീവിക്കൊണ്ട് നിൽക്കല്, അന്നയുടെ മുടി കെട്ടിക്കൊണ്ട് നിൽക്കരുത്, തുണി അലക്കാൻ പോകരുത്. ഇവനിങ്ങനെ ഭയങ്കര വെപ്രാളം കാണിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഈശോ ഇവനിത് എന്തൊരു തീക്ഷ്ണത ഇവനീ ആ ഒരു കാര്യത്തിലേ അവൻ ആ തീക്ഷ്ണത കാണിക്കുന്നുള്ളൂ. പിന്നെ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് ഈ ഒരു തൊണ്ടയിൽ സ്വരം മാറുന്ന സമയം വരെ ഉണ്ടല്ലോ ആൺകുട്ടികളുടെ, ഇവനാണ് ഒച്ചത്തിൽ അങ്ങ് പാട്ട് പാടാം. ഒച്ചത്തിൽ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അങ്ങ് ടോപ്പ് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന അമ്മച്ചിക്ക് ഉറങ്ങാൻ പറ്റില്ലാത്ത അത്രയും സൗണ്ടില്ല. അപ്പം പിതാക്കന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഇവനെന്താ ഇത്രയും ഒച്ചയ്ക്ക് കിടന്ന് കൂവി ആ ഒരു സംഭവം എനിക്ക് കയറി വരുവേ. അപ്പം ഞാനിങ്ങനെ എന്നിട്ട് പിന്നീട് ഞാനത് ഈശോയോട് സോറി ചോദിച്ചു. പിന്നെ ഇവൻ്റെ സ്വരം മാറിയപ്പോൾ ഇവൻ്റെ സൗണ്ട് കേൾക്കാതായപ്പോൾ ഞാൻ തമ്പുരാനെ ഞാൻ സോറി പറയുന്നു, അന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോയി. അപ്പം എൻ്റെ മിസ്റ്റേക്സ് ഒത്തിരി അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ സ്കൂളിൽ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം കുഞ്ഞുങ്ങളെ ഒത്തിരി വാച്ച് ചെയ്യുന്ന ഒരു ശീലമുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ശീലമുണ്ട്, അതിൽ സൂക്ഷ്മതയോടുകൂടി ഒന്ന് നോക്കുന്ന ഒരു സംഭവം. അപ്പം ഞാനിങ്ങനെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും മോനിങ്ങനെ വന്നിട്ട് പറയാം, അമ്മ ഇന്ന് ക്ലാസ്സിൽ ഒത്തിരി പേര് കോപ്പി അടിച്ചായിരുന്നു, ഒത്തിരി മാർക്ക്. ചില കുട്ടികൾക്കൊക്കെ ഇവൻ പറയും 95, 96, 90. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കും. ഇത്രയും മാർക്ക് എന്ന് കേട്ടാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവർക്കൊക്കെ അത്ര എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവും, നിനക്കെത്ര? എനിക്ക് 30, 35. അപ്പോൾ ഞാൻ പക്ഷെ അവൻ തന്നെ പറയാം, അമ്മ ഞാൻ പക്ഷെ അത് മതി അമ്മ, ഞാൻ കോപ്പി അടിച്ചല്ല, ഞാൻ അങ്ങനെയാണ് എനിക്ക് ആ മാർക്ക് കിട്ടിയത്. അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം. കാരണം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈശോ എനിക്ക് തന്ന ഒരു ബോധ്യമാണ്, നമ്മൾ സ്കൂളിൽ പോയി ഒരു കുഞ്ഞു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും ആ പരീക്ഷ എഴുതുന്നതാണ് അവൻ്റെ ദൈവത്തിനുള്ള അർപ്പണം, കാഴ്ച അർപ്പണം. ഒരിക്കലും നമ്മൾ തറയെ വീണ ഒരു പൂവെടുത്ത് ദൈവത്തിന് കാഴ്ച അർപ്പിക്കാനായിട്ട് വെക്കത്തില്ല. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു, നിങ്ങളെ തറയെ വീണ് പോയി അങ്ങനെ കോപ്പി അടിച്ചെടുക്കുന്ന തറയെ വീണ് അഴുക്കായി പോയി അത് ഈശോയ്ക്ക് വേണ്ട. ഈശോയ്ക്ക് എത്ര കുഞ്ഞു പൂവാണെങ്കിൽ ചിലപ്പോൾ കാട്ടുപൂവായിരിക്കാം, അത് അങ്ങനെ തന്നെ ഈശോയ്ക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തമ്പുരാൻ ചില സമയത്ത് ഇവരുടെ ഉള്ളില് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇതൊന്ന് വൃത്തിക്ക് കേട്ടിരുന്നാൽ കൊള്ളാം, ഒന്ന് നന്നായിട്ടൊന്ന് കേട്ടിരുന്നാൽ കൊള്ളാം. മക്കള് എങ്ങനെയെങ്കിലും മാർക്ക് മേടിച്ച് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു വാഴ്ത്താണിത്. ഞാനൊരു ചെറിയ അനുഭവം പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഏഞ്ചൽ സാറിന് തന്നെയുള്ളൊരു കുടുംബം എന്നോട് പങ്കുവെച്ചതാണ് ഒരിക്കൽ. അവരുടെ മകൻ്റെ കാര്യത്തിൽ അവൻ +2 പഠിക്കുന്ന പയ്യൻ, അവൻ ക്ലാസ്സിൽ പോലും പോകത്തില്ലായിരുന്നു. അവർക്ക് നാണക്കേടാണ്. കാരണം ഇവർ നല്ല പ്രാർത്ഥിക്കുന്ന ഫാമിലി, പ്രാർത്ഥിക്കുന്ന പേരൻസ്, പക്ഷെ മകൻ പഠിക്കുന്നില്ല. ഇതെല്ലാവരും വലിയ പ്രശ്നമാണല്ലോ. പ്രാർത്ഥിക്കുന്നവരുടെ മക്കളൊക്കെ അങ്ങ് പഠിക്കുന്നവരാവണം, അവരെല്ലാം ഭയങ്കര അത്ഭുതം കാണിക്കുന്നവരാണെന്നൊക്കെ ഒരു നാച്ചുറൽ, അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കത്തില്ല, വലിയ പ്രാർത്ഥനയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് മക്കളെ നോക്കാൻ അറിയത്തില്ല. ഇതൊക്കെ സ്ഥിരം കർത്താവനല്ലേ നമ്മുടെ ഹൃദയം എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഫാമിലി എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം കണ്ടാ കുഞ്ഞ് ഒട്ടും അവൻ ക്ലാസ്സിൽ പോലും പോകുന്നില്ല, ഭയങ്കര അലമ്പാണ്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവസാനം അവൻ എക്സാമിൻ്റെ സമയമായപ്പോൾ ഒരുവിധം സ്കൂളിൽ പോയി. അപ്പോഴേക്കും ഇവർ കുത്തിയിരുന്ന് അമ്മ അപ്പനൊക്കെ ഫുൾ ടൈം അവധിയെടുത്ത് നിത്യാരാധന ശാലയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥനയാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവർ കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. അപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സാമിൻ്റെ അന്ന് എക്സാമിന് ഇവൻ കുറച്ച് പഠിച്ചിട്ടൊക്കെ പോയി. ആ ദിവസങ്ങളിൽ ഇവൻ ഇച്ചിരി നല്ല മാനസാന്തരമൊക്കെ കാണിച്ചു, പഠിച്ചിട്ടൊക്കെ പോയി. എക്സാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് മജോറിറ്റി സാധനം അറിയത്തില്ല.
അധിക സ്ഥലം അറിയത്തില്ല, പാസ് മാർക്ക് പോലും കഷ്ടപ്പെട്ടേ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇവൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ടീച്ചറാണേ, അമ്മ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് മോനെ ഇത് ചെയ്തോടാ, അത് ചെയ്തമ്മ, ഇത് ചെയ്തോടാ, അത് ചെയ്തു, മറ്റത് അത് കിട്ടിയില്ലമ്മ. പറഞ്ഞ് പാസ് മാർക്കിന് ഒരു 2-3 മാർക്ക് കൂടി കിട്ടിയാൽ മതി, 2 മാർക്കിന് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചാൽ അമ്മ ഇത് അതമ്മ അത് വലിയ സംഭവം ഉണ്ടായമ്മ. അപ്പോൾ 18 മാർക്ക് 20 മാർക്ക് പാസ് മാർക്ക് കിട്ടുമേ അമ്മ, അത് ഭയങ്കര സംഭവം ഉണ്ടായി. അതായത് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, ഇപ്പുറം ഇരുന്നവൻ ഇതേ ഉത്തരം ഉണ്ടല്ലോ ഉറക്കെ പറഞ്ഞു കൊടുത്ത് അപ്പുറം ഇരിക്കുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമായി, രക്ഷപ്പെട്ട് ഇവനെ കിട്ടിയല്ല. അപ്പോൾ മോനെ നീ എഴുതിയല്ലേ, ജയിക്കുമല്ലേ? ഇല്ലമ്മ ഞാൻ എഴുതിയില്ലമ്മ. അപ്പോൾ അതിന് നീ എഴുതാ, നിനക്ക് ഉത്തരം നീ കേട്ടതല്ലേ? അല്ലമ്മ അത് നമ്മുടെ സാധനം അല്ലല്ലോ, അത് അവന് കള്ളത്തിൽ പറഞ്ഞു കൊടുത്തതല്ലേ, അത് ഈശോക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അമ്മ അവിടെ ഇരുന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുത്ത് കരഞ്ഞു പോയെന്ന് പറഞ്ഞത്. ഞാൻ പറയാം, അമ്മ പറയാണ് ഞാനൊരു ദൈവവിശ്വാസിയൊക്കെ അച്ഛാ, പലയിടത്തും സുവിശേഷമൊക്കെ പ്രഘോഷിക്കാനും പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം സാത്താൻ എന്നെപ്പോലും പ്രലോഭിപ്പിച്ച് എൻ്റെ മകൻ ജയിക്കുക എന്നുള്ള എൻ്റെ പ്രധാന വ്യക്തിപരമായ കാര്യമാണല്ലോ. എന്നിട്ടും എൻ്റെ മകൻ അലമ്പനാണെന്നും ദൈവവിശ്വാസം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരുത്തരാണ്. പക്ഷെ ഞാൻ കുഞ്ഞിനെ അവന് കുറേ കൊടുത്ത് വളർത്തിയായിരുന്നു, എന്നെ പറ്റാവുന്ന വിധം ഞാനും ചേട്ടനും എല്ലാവരും കൊടുത്ത് വളർത്തിയായിരുന്നു. ഇതാണ് തമ്പുരാൻ നൽകുന്ന റിസൾട്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എൻ്റെ മാതാപിതാക്കൾക്ക് എന്താ വെച്ചാൽ അവൻ്റെ ജോലി തോറ്റുപോലും കുഴപ്പമില്ല, ജോലി കിട്ടിയാലും കുഴപ്പമില്ല, അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുമല്ലോ. ഇതാണ് കൊടുത്ത് വളർത്തുന്നതിൻ്റെ ഒരു ഗുണം. നിങ്ങൾ പറഞ്ഞോളൂ. അന്നമോളുടെ സംഭവം പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സംഭവം, എൻ്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ അൾത്താരയുമായിട്ട് എൻ്റെ ബലിപീഠവുമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും കൂട്ടുകാരുടെ, അതുമായിട്ട് ബന്ധിച്ചിട്ട് ഇവളുടെ ഈ ഒരു കുഞ്ഞാൾ മുതൽ പള്ളിയായിട്ട് ഭയങ്കര ബന്ധമാണ് ചേച്ചിക്ക്. ആ ഒരു പർട്ടിക്കുലർ അൾത്താരയോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പം അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു വരുന്നത് കാണാൻ പറ്റി. പിന്നെ എനിക്കൊരു എപ്പോഴുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കുഞ്ഞുങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന, കൈകൂപ്പി നിൽക്കുന്നത്, ഒച്ചത്തിൽ പാട്ട് പാടുന്നത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സാധനം ഇങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കും. അപ്പോൾ ഒരു ദിവസം പതിവില്ലാതെ നമ്മൾ പള്ളിയിൽ ഫ്രണ്ടിലായിപ്പോയി, ഫ്രണ്ടിൽ വന്നു, ഏറ്റവും ഫ്രണ്ടിൽ മോളുടെ തൊട്ട് ബാക്കിലായിട്ട് വന്നു നിന്നു. ഞാൻ നോക്കുമ്പോൾ ഇവള് കുർബാന നടക്കുകയാണ്, ഇവളവിടെ ആഘോഷമായിട്ട് നിന്ന് കുർബാന ചൊല്ലണം. അടുത്ത് നിൽക്കുന്ന കൂട്ടുകാർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഞാൻ തകർന്നു പോയി, ദൈവം ഇതെന്താ ഈ പെണ്ണ്. അവർ രണ്ടും കൂടി തുള്ളിക്കളിച്ച് നിന്ന് കുർബാന ചൊല്ലുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാര്യം എല്ലാവരും ഭക്തിയോടെ കൈകൂപ്പി, ഈ 2 മക്കളും കൂടെ കൈക്കകത്തൂടെ കൈയിട്ട് നിന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എനിക്കെൻ്റെ റിലേ പോയി, എൻ്റെ ദൈവമേ ഈ പെണ്ണിങ്ങിൻ്റെ കാണിക്കണേ. ഞാനങ്ങ് എൻ്റെ ഫുൾ ശ്രദ്ധയും കുർബാനയെന്ന് കംപ്ലീറ്റ് മാറി. അതുവരെ കരഞ്ഞ് കുർബാന കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഫുൾ അറ്റൻഷൻ ഫോക്കസ് ഇവളിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നിൽക്കാം. അപ്പോഴത്തേക്ക് ഇവളൊന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് ഇടയ്ക്ക് ഇവള് എങ്ങനെയോ സെൻസ് ചെയ്തു ഞാൻ ബാക്കിലുണ്ട്. ഇവളിങ്ങനെ തിരിഞ്ഞ് എന്നെ നോക്കിയപ്പോഴത്തേക്കും അത് പിതാവിൻ്റെ കുർബാനയാണ്, പിതാവ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് എന്നതായി കാണിക്കുന്നത്, ഇങ്ങനെ കൈയെടുത്തതും ഇവളെന്നെ കണ്ടു, എൻ്റെ കണ്ണ് അടുത്ത വീഴുന്നത്, ഞാൻ നേരെ ഫ്രണ്ടിലല്ലേ നിൽക്കുന്നത്. പിതാവ് ബ്ലസ് ചെയ്യാൻ തിരിഞ്ഞു, അത് സത്യത്തിൽ ഈശോ എനിക്ക് ഒറ്റ അടി വെച്ച് തന്നതാണ്. കൈപ്പോയി ആൻറ്റി നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് മക്കളെ അളക്കാൻ നമുക്ക് അവകാശം ഇല്ല, നമ്മൾ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. റിസൾട്ടിന് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സമയാസമയങ്ങളിൽ റിസൾട്ട് എത്തിച്ച് തന്നോളും. അതാണ് നമ്മുടെ ദൗത്യം. ഇതേ ഉള്ളൂ നമ്മുടെ ദൗത്യം, ഈശോയെ കൊടുത്തോണ്ടിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഈശോയെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ പറയാം. എൻ്റെ മോൾ ഇതുപോലെ ചെറുതായിരുന്നപ്പോഴത്തേന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ അവളെ ഏറ്റവും ഫ്രണ്ടിലാണ് പോയി നിൽക്കുന്നത്. കൊച്ചാ, വലിയ പ്രായമൊന്നുമില്ല. ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് ഈ സൈഡിൽ ഫീമെയിൽസും ഈ സൈഡിൽ ആണുങ്ങളും അങ്ങനെയാണ് നിൽക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ അവൾ പോയി നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് അവൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ടിൽ അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഇങ്ങനെ ഒരിക്കലും നിൽക്കുകയില്ല, അവൾ ചെരിഞ്ഞ് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കി ഈ സൈഡിലുള്ള ആ ഫ്രണ്ടിൽ കുറച്ച് ആൺപിള്ളേർ കൊച്ചു പിള്ളേർ കാണുമല്ലോ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നേരെ ഇങ്ങനെ ഒരു തല മാത്രമല്ല ശരീരം മൊത്തം തിരിച്ച് ത്രൂ ഔട്ട് മാസ് അവൾ അങ്ങോട്ട് നോക്കിയിരുന്നു. അവരെന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇച്ചിരി ഭക്തി തോന്നാൻ വേണ്ടി ഞാൻ നെറ്റൊക്കെ കൊടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് ആ നെറ്റൊക്കെ മാറ്റി ഒരു ചൊറിച്ചിലൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വരും. ഏറ്റവും ഫ്രണ്ടിലാണ്, അച്ഛനും കാണും ബാക്കിയുള്ളവരും കാണും. ദൈവമേ ഇത്രയും ശരിക്കും എനിക്കും സങ്കടമുണ്ടെന്ന് വെച്ചാൽ ഇവക്ക് ഇത്രയും ഒരു കുർബാന ഇത്രയുള്ളൂ. അവക്ക് ഇത്രയും ഞാൻ അടുപ്പിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൊണ്ടുപോയി എല്ലാ ദിവസവും പ്രാർത്ഥിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കൊച്ചിങ്ങനെയാണല്ലോ. ഭയങ്കര സങ്കടം. എല്ലാ ദിവസവും ഇതൊരു റെപ്പിറ്റേഷനാണ്. ഈ കുർബാനയ്ക്ക് കൊണ്ടുവന്ന് നിർത്തണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴത്തേന് എല്ലാ ദിവസവും പറയും, മോളെ നീ ഫ്രണ്ടിൽ പോകുമ്പോൾ നീ ചെരിഞ്ഞ് നിൽക്കരുത്, നീ നേരെ നിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞു വിടും. പക്ഷെ ഷീ റിപ്പീറ്റ്സ് ദ സെയിം തിങ്. അവൾക്ക് താല്പര്യം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നില്ല, ഇവിടുത്തെ കാര്യത്തിൽ അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ ഈ കൊച്ചിങ്ങനെ എന്നുള്ള ഭയങ്കര സങ്കടത്തോടെ ഞാൻ പിന്നെ
ഇവളെ കൂടാതെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി ഷെയർ ചെയ്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ഇത്രയും ഞാൻ ചിലപ്പം ദൈവത്തോട് അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ വരുന്നു എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കാണ് എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ച്. അച്ഛനോട് പറഞ്ഞ്, ആൻറ്റി വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കും, ഉറപ്പായിട്ടും മുളയ്ക്കും, എന്തെങ്കിലും ഒരു ദിവസം അത് മുളയ്ക്കും. ആൻറ്റിയുടെ ഡ്യൂട്ടി വീണ്ടും വെള്ളം ഒഴിക്കുക, വളമിടുക, വെള്ളം ഒഴിക്കുക, വളമിടുക. അത് ഓട്ടോമാറ്റിക് ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം ഉറപ്പായിട്ട് അത് മുളച്ചിരിക്കും. അതുകൊണ്ട് അതാ ഓർത്ത് ആൻറ്റി ഇപ്പോഴത്തെ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഇപ്പോഴത്തെ സംഭവങ്ങൾ കണ്ടുകൊണ്ട് ആൻറ്റി വിലയിരുത്തുകയും വേണ്ട. അവളുടെ ഒരു ദൈവത്തോട് അടുപ്പമുണ്ടോ എന്നുള്ളൊരു സംശയം ആൻറ്റിക്ക് വേണ്ട. തീർച്ചയായിട്ടും ഇത് മുളയ്ക്കുമെന്നുള്ള അച്ഛൻ പറഞ്ഞ ശരിയാ. ഇതിനല്ലേ പൗലോസ് പറയുന്നത്, പത്രോസ് നട്ടു, പൗലോസ് നനച്ചു, അപ്പോളോസ് നനച്ചു, അങ്ങനെയൊക്കെ പറയണ കർത്താവാണ് വളർത്തുന്നത്. കർത്താവാണ് നമ്മൾ ഇട്ട് കൊടുക്കുക, നനച്ചു കൊടുക്കുക എന്നൊക്കെ മാത്രമേ ഉള്ളൂ. കർത്താവ് തന്നെയാണ് വളർത്തുന്ന റിസൾട്ട് തരുന്നത്. അത് കാണുകയും ചെയ്തു. അത് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് ഈ കുർബാനയോടുള്ള അടുപ്പം, പ്രാർത്ഥനയോടുള്ള അടുപ്പം, അവൾക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ സമയം ഈശോ പാട്ടാണ് കേൾക്കുന്നത്, ഈശോ പാട്ടാണ് അത് പാടുന്നത്, ബൈബിള് വായിക്കാനുള്ളത്. ഇതെല്ലാം ഗ്രാജുവലായിട്ട് അവൾക്ക് അങ്ങനെ വന്ന് അവൾ തീർത്ത് കൊച്ചു പ്രായത്തിൽ തന്നെ ബൈബിൾ വായിക്കാനും, ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പോവുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവള് പ്രാർത്ഥന മുറിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയും, എന്താ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. കുറെ നേരം ഇരുന്നിട്ട് പറയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ നിരാശപ്പെടാതെ കൊണ്ട് നമ്മൾ മാതൃകയായി മാറുക. നമ്മൾ വീണ്ടും വെള്ളവും പ്രത്യാശ തന്നെ പഴയ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. കൊച്ചി 1-ലോ 2-ലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ 4 പ്രാവശ്യം പുതിയ നിയമം വായിച്ചു തീർത്തു. നമുക്ക് മലയാളം ഇഷ്ടമായിരുന്നു, ഒരു ഹരമായിരുന്നു. എന്നാലും പുതിയ നിയമം എനിക്ക് പോലും അന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. 1-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഉള്ളൂ അവൾ 4 പ്രാവശ്യം പുതിയ നിയമം മുഴുവനും വായിച്ചു കഴിഞ്ഞു. ഒരു വലിയ ചലഞ്ച് കൂടിയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. മാതാപിതാക്കൾ ചെയ്യുന്നത് തന്നെയാണല്ലോ കുഞ്ഞുങ്ങളും കണ്ട് പഠിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ തലമുണിച്ച് നിൽക്കും. നമ്മൾ എത്ര പേര് ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ട് ഇതുവരെ? അറ്റ്ലീസ്റ്റ് പുതിയ നിയമം എങ്കിലും ഒന്ന് മുഴുവൻ വായിച്ചു തീർത്തിട്ടുണ്ട്. 10, 60, 70 കഴിഞ്ഞവരൊക്കെ മൊത്തത്തിൽ വെക്കുവാണ്. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ പോലും ഇത്രയൊക്കെ വായിക്കുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ പ്രവാചകന്മാരുടെ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ അവരെ ജഡ്ജ് ചെയ്ത് പോരാന്ന് പറയുമ്പോൾ ഒത്തിരി വിഷമിപ്പിക്കുന്ന ഒരു മേഖലയാണ്. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കാനായിട്ട് നമ്മളൊന്ന് ശാന്തമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. ഒരെണ്ണം ജനലിൻ്റെ മുകളിൽ, ഒരെണ്ണം മേശപ്പുറത്ത്, 2 അടി കൂടെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ബിഷപ്പിനെ കാണാനായിട്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് പോവാണ്. ഇവർക്കെല്ലാവർക്കും ബിഷപ്പിനെ കാണാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഭയങ്കര നല്ല കുട്ടികളല്ലേ. അപ്പോൾ പിതാവിന് ഇവർക്ക് ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് ഒരു നിവൃത്തിയില്ല, ഭയങ്കരമായിട്ട് ബഹളമേ, ഇതാടി മോളെ സ്വർഗത്തിന്റെ താളം. ഞാനിങ്ങനെ ഷോക്കടിച്ച് പിതാവിനെ നോക്കി, ഇതാണ് സ്വർഗത്തിന്റെ താളം. പക്ഷെ പിതാവ് ആ പറഞ്ഞത് പിന്നെയുള്ള ദിവസങ്ങളിൽ ഇവർ ഈ ഇറിറ്റേഷൻ കാണിക്കുമ്പോഴും ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുമ്പോഴും ഒക്കെ ഈശോ വന്നത് ചെവിയിൽ പറഞ്ഞു തരുന്ന പോലെയായിരുന്നു, ഇതാണ് സ്വർഗത്തിന്റെ താളം. എൻ്റെ ആ മനസ്സിൻ്റെ ആ ഒരു വിഷമം, ഇവരെന്ത് ഇത് കാണിച്ചു കഴിഞ്ഞാലും അവരെ സ്നേഹിച്ചുകൊണ്ട് ഇവർ ഈ കാണിക്കുന്ന ബഹളങ്ങൾ, ചിലപ്പോൾ അപ്പം ദേഷ്യപ്പെടും, അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവും. അപ്പോൾ പോലും ഇവരെ അങ്ങ് സ്നേഹിച്ചങ്ങ് ഇവരെത്ര കുരുത്തക്കേട് കാണിച്ചാലും ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ഈശോ കൃപ തന്നിട്ടുണ്ട്. വലിയൊരു സംഭവം യേശു പറഞ്ഞേ. പ്രത്യേകിച്ച് ബിഷപ്പിലൂടെ കർത്താവ് തന്നെ പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും ഈ അടങ്ങി നിൽക്കുന്ന പിള്ളേരും അല്ലെങ്കിൽ ഭയങ്കര ശാന്തപാടെ കിടന്ന പിള്ളേരൊക്കെയാണ് പെട്ടെന്ന് സ്വർഗത്തിൽ പോകണമെന്ന്. നമുക്കൊക്കെ ആശ്വാസമുണ്ട്. അലമ്പന്മാർക്കും ഒച്ച ഉണ്ടാക്കുന്നവർക്കും കുരുകുരുപ്പ് കാണിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ അവരാണ് ശരിക്കും സ്വർഗത്തിന് ടെമ്പോ കൊണ്ടുവരുന്നതല്ലേ, അക്കോർഡിംഗ് ടു പിതാവ് കേട്ടോ, നമ്മുടെ വാക്കല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വളരെ ചില സമയത്ത് നമുക്ക് പേടി തോന്നത്തില്ലേ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്കും ഇവർ ടപ്പേന്ന് നമ്മളെ കാണിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും ഇളയ വാവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുണ്ട്. അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്ത് എഴുന്നേറ്റാൽ ഉടനെ കുരിശ് വരയ്ക്കണം, കുരിശ് വരച്ചിട്ടേ ഇറങ്ങാവുള്ളൂ, ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇവൻ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ഇവൻ കുരിശ് വരയ്ക്കാം. ഞാൻ വിചാരിച്ചു, കുരിശ് വര കഴിഞ്ഞു, ആശാനിപ്പോൾ വരും. ഞാൻ നോക്കിയിട്ട് ഇത് പിന്നെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. ഒരു 3, 4, 5 പ്രാവശ്യം. ഇതെന്നാ വരയാടാ വരയ്ക്കുന്നത്, ഇങ്ങനെ ഇറങ്ങി വാ. ഞാൻ കുരിശ് വരച്ച് തീർന്നില്ല. ടപ്പു കുരിശ് വരയോട് കുരിശ് വര. എന്തായാലും കുരിശ് വരയൊക്കെ കഴിഞ്ഞ് അച്ഛനെ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അതാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇവനിങ്ങനെ കസേരയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് കംപ്ലീറ്റ് ഇവൻ്റെ ബോഡി ഉരുണ്ട് ബോൾ താഴോട്ട് മറിയുന്ന കണക്ക് താഴോട്ടങ്ങ് മറിഞ്ഞു. വളരെ ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഇവൻ വീണില്ല. ഇവൻ ആരോ ഇങ്ങനെ താങ്ങി നിർത്തിയത് കണക്ക് ഇവനങ്ങനെ. എന്നിട്ട് ഇവനിങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, ഞാൻ കുരിശ് വരച്ചുകൊണ്ടാണല്ലേ ഇവൻ ആ ഒരു സംഭവം. ഞാൻ ആ മോനെ കാവൽമാലൊക്കെ താങ്ങി പിടിച്ചതാ കുരിശ് വരച്ചു. അവനത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അത് കഴിഞ്ഞ് കുരിശ് വരയ്ക്കുമ്പോൾ അവനറിയാം ഈ കുരിശ് അവനെ താങ്ങുമെന്ന്. അത് 4 വയസ്സ്
ആകുന്ന സമയത്ത് ഈ ഒരു ഇത് തന്നത് ഭയങ്കര ഒരു ശരിക്കും ഏറ്റവും ആശ്വാസമായിരുന്നു. ആദ്യത്തെ കാറ്റഗറീസ് ഇതാണ്. ഏറ്റവും വീട്ടിൽ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം കുരിശ് വരയ്ക്കാനാണല്ലോ. കൃത്യമായിട്ട് വിരലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് മേള് മുതൽ താഴെ വരെ. എനിക്ക് ഞാൻ ഒന്ന് കുരിശ് വരെ ഒന്ന് ഓർപ്പിച്ചാൽ കൊള്ളാന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും കുരിശുകളുടെ അർത്ഥമൊന്നും എല്ലാവർക്കും അറിയത്തില്ല നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ. എന്തിനാണ് നമ്മൾ നെറ്റിയിൽ, ചുണ്ടിൽ, ഹൃദയത്തിലൊക്കെ കുരിശ് വരയ്ക്കുന്നത്? നെറ്റിയെ കുരിശ് വരയ്ക്കുമ്പോഴത്തേക്ക് വിശുദ്ധ കുരിശിനാൽ നെറ്റി മുഴുവൻ, നമ്മുടെ ബുദ്ധിതലം മുഴുവൻ, പഠിക്കുന്ന പിള്ളേർക്ക് ഇത് ഓർമ്മയുടെ വർഷം നല്ല ബുദ്ധിയുടെ തലം മുഴുവൻ, ഇൻ്റലക്ട് മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുക. ഓർമ്മ, പണ്ട് കിട്ടിയ എല്ലാ കാര്യങ്ങളും, ശേഖരിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ആൻറ്റിവൈറസാണ്. രണ്ടാമത് നമ്മുടെ ചുണ്ടിൽ കുരിശ് വരയ്ക്കുന്നു. എന്തിനുവേണ്ടി കുഞ്ഞുങ്ങളെ ചുണ്ടിൽ കുരിശ് വരപ്പിക്കുന്നത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞതനുസരിച്ച് നാവിലൂടെയാണല്ലോ എല്ലാ പാവവും. ഏറ്റവും കൂടുതൽ പാപം ചെയ്യാൻ കാരണം നാവാണ്. അപ്പോൾ നാവിൽ കുരിശ് വരയ്ക്കുമ്പോൾ സംസാരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുക. ആ ദിവസം മുഴുവൻ സംഭവിക്കാൻ പോകുന്ന എല്ലാ സംസാരങ്ങളും, എല്ലാ കാര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടുക. ഹൃദയം കർത്താവിന് ഇരിപ്പിടമാവേണ്ട സ്ഥലമാണ്, സ്നേഹത്തിൻ്റെ ഇടമാണ്. വിശുദ്ധിയോടെ സ്നേഹിക്കാൻ, അപ്പോൾ താല്പര്യത്തോടെ സ്നേഹിക്കാൻ ശരിക്കും വിശുദ്ധീകരിക്കുന്ന സ്ഥലം കൂടിയാണ്. അതാണ് കുരിശുവരുടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിൽ മുതൽ ഇതൊന്ന് കൃത്യത്തിൽ പറഞ്ഞു കൊടുത്ത് വരപ്പിച്ച ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കും സംഭവമായിരിക്കും പോകുന്നത്. കുരിശുവരയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോൻ ഇങ്ങനെ വെക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എൻ്റെ മോളല്ല അവൻ ചെറുതായിരുന്നപ്പോഴത്തേനും ഇതുപോലെ കിടക്കാൻ നേരത്ത് കുരിശ് വരച്ചിട്ട് അത്രേ അവനായിട്ടുള്ളൂ. അപ്പം ഇംഗ്ലീഷിലാണ് ഞാൻ പഠിപ്പിച്ചത്. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അവൻ ഉറക്കം വന്നിരിക്കുമായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ അവൻ പറയും, ഞാൻ പറയുമ്പോഴത്തേനും ഇല്ല മമ്മി കുരിശ് വരയ്ക്കുന്നത്. ഞാൻ ഇല്ല, നീ കുരിശ് വരയ്ക്കാതെ കിടക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ നിർബന്ധമായിട്ട് അങ്ങനെ പറയുമായിരുന്നു. 1-2 വർഷമൊക്കെ അവന് ഈ ദേഷ്യം വരുമ്പോഴത്തേന് അവൻ ഉടനെ ഇങ്ങനെ പറയും, ഇതെന്തൊരു ഫാദർ, ഇതെന്തൊരു സൺ, ഇതെന്തൊരു ഹോളി സ്പിരിറ്റ്, മതിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ വീണ്ടും അവനെ വരപ്പിക്കുകയല്ല ചൊവ്വേ, പക്ഷെ നെക്സ്റ്റ് ഡേ എഗെയിൻ ഞാൻ പറയിപ്പിക്കും. അപ്പം പിന്നെ അവൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, എന്നാലും ഞാൻ നിർത്തിയല്ല. അങ്ങനെ പറഞ്ഞ് കുറേശ്ശെ ആയപ്പോഴത്തേനും കൊച്ചിന് അതിനോടുള്ള വാട്ട് എവർ ഇറ്റ് ഈസ് അവൻ കുരിശ് വരയ്ക്കുവാണല്ലോ, അതിൻ്റെ ഒരു സംരക്ഷണവും ആ ഒരു അവന് അനുഭവമായി തുടങ്ങി. ഭയങ്കര ഇപ്പൊ ഭയങ്കര ഭക്തി, ഭയങ്കര കുരിശ് വരയൊക്കെയാണ്. കൊച്ചുമക്കളെ കുരിശ് കൊച്ചുമക്കൾ വരെ കുരിശ് നല്ലപോലെ കുരിശ് വരയ്ക്കും. അപ്പൊ നമ്മൾ നിർത്തരുത് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ എത്താറില്ല, പക്ഷേ യൂരാന ഈ വരച്ച് കുഞ്ഞിന്റെ നെറ്റി, കാത്, ചുണ്ട്, യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോയെ നെറ്റിയിൽ എഴുതി ഇവരുടെ കണ്ണ്, 2 കണ്ണ്, മൂക്ക്, ചുണ്ട്, നെറ്റി, ഇവരുടെ ബോഡി പാർട്സ് മുഴുവൻ താഴെ, മുകളിൽ, ഇടത്ത്, വലത്ത്, പുറകില്, ചുറ്റില്, എല്ലാ വശത്തുമായിരുന്നു ഈശോ നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ തലയിൽ വെച്ചു കൊടുക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും അത് ചെയ്തെത്താറില്ല, കാരണം 4 പേർക്ക് എല്ലാ ദിവസവും ഈ പിടിച്ച് കിടത്തുന്ന ബഹളത്തിന്. പക്ഷെ കുഞ്ഞാൾക്കത് ഭയങ്കര ഒരു, അവനത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തോ സ്വർഗം കിട്ടിയ ഒരു ഇതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ശരിക്കും ദാഹിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ തിരക്കുകളുടെ ഇടയിലും ബഹളങ്ങളുടെ ഇടയിലും എല്ലാ ദിവസവും ഇത് ചെയ്തെത്താറില്ല എന്നൊരു സങ്കടമുള്ള കാര്യം അതിനകത്തുണ്ട്. പക്ഷെ അത് ഭയങ്കര ഒരു കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതായിട്ട് അവരിൽ ഈശോ വളരുന്നത് കാണാൻ പറ്റും. അവർക്ക് ഫുൾ ബോഡി അവർ ഈശോയ്ക്ക് കാഴ്ചവെക്കുകയാണ്. നമുക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ സമയത്തിൻ്റെ പരിമിതി പോലും നിർത്തുകയാണ്. ഞാനൊരു ചെറിയ കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ പല ഫാമിലീസൊക്കെ ഇവിടെ വന്നിരുന്ന ആൻറ്റിയോ ജോർജേട്ടനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും തോന്നുന്നു ഇതൊക്കെ വേറെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ വല്ല സാധനങ്ങളാണോ എന്ന്. എല്ലാം വലിയ പുണ്യങ്ങൾ പറയുന്നു, ഇവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നു, ഇവരുടെ മക്കൾ അങ്ങനെയായിരുന്നു പറയുന്നു. ഒന്നും അല്ല കേട്ടോ. തകർച്ചയുടെയും വീഴ്ചയുടെയും പരാജയങ്ങളുടെയും ഒത്തിരി കഥകളൊക്കെ പച്ച മനുഷ്യരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇംഗ്ലീഷ് കുറ്റബോധമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവരൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കർത്താവിലുള്ളവർക്ക്, വിശ്വാസത്തിലുള്ളവർക്ക് നിരാശയിൽ സാധ്യതയില്ല. കർത്താവിനെ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഫലവും വിളവും കർത്താവ് തന്നുകൊള്ളും. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ മക്കളേക്കും ചേർത്ത് പിടിച്ച് കുടുംബം മുഴുവൻ കർത്താവിൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, മക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അപ്പനായ നിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നീ സമ്മാനമായി തന്ന ഈ മക്കളിൽ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ഉദരങ്ങളിലേക്ക് തന്ന ഈ മക്കളെ നിന്നെ കൊടുക്കാൻ പരാജയപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. മറ്റു പല കാര്യങ്ങൾക്കും ഞങ്ങൾ ഊന്നൽ കൊടുത്തപ്പോൾ ചിലപ്പോഴെങ്കിലും ഒക്കെ തമ്പുരാനെ നിന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും നിന്റെ കാര്യങ്ങൾ വ്യാപൃതരാക്കാനും ഞങ്ങൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് കർത്താവെ, സാധിക്കാഞ്ഞുകൊണ്ടാണ് കർത്താവെ, മാപ്പ്. ഈശോയെ, ആ കുറവുകളേക്ക് നീ നികത്തി തരണമേ. നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി ആ മുറിവുകളേക്ക് ഉണക്കി തരണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ എന്നും നീ രാജാവായി വാഴട്ടെ, നീ രക്ഷകനായി വാഴട്ടെ. ഏതവസ്ഥകളിൽ നിന്നിലേക്ക് ഓടി വരാനുള്ള ആ വലിയ തീഷ്ണതയും ആ ജ്വലനവും തീയും ഒക്കെ ഞങ്ങളുടെ മക്കളിൽ വീണ്ടും കത്തിക്കണമേ. ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ തമ്പുരാനെ നീ നികത്തി തരണമേ.
അവരെ വീണ്ടും അവർക്ക് വേണ്ടി വീണ്ടും ജനിക്കുവാനുള്ള കൃപ, അവരെ ജനിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വീണ്ടും നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് നല്ല കുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോട് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.